ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഉച്ച മുതലുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്ന് നോമ്പ് തുറക്ക് ഉഴുന്ന് വട ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ദിവസമായി ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മോനിതവിടെ തണ്ണിമത്ത കിറ്റിലാക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉരുട്ടിയിട്ട് ഇതാക്കിയിട്ട് നടക്കുകയാണ്. ഏകദേശം സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചെങ്കിൽ രാവിലെ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് പാത്തു ഇവിടെ ഉച്ചമയക്കത്തിലാണ് കേട്ടോ. കുട്ടികളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പണികളും കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ രാത്രി തന്നെയാണ് തുടച്ചിടുക. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ വക പരിപാടികളൊന്നുമില്ല. അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ കിടന്നുറങ്ങുക. പിന്നെ ഉള്ള പണി ഇതേപോലെ തിരുമ്പാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുക, അങ്ങനെയുള്ള പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചവരെ ഞാൻ എന്ത് ചെയ്യും, കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ട് മോനിക്ക് ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങും. ഉച്ചവരെ ഞാൻ കിടന്നുറങ്ങും. കാരണം രാത്രി പിന്നെ 12 മണിക്ക് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ഉച്ചവരെ പിന്നെ കിടന്നുറങ്ങും. എന്നിട്ട് അത് എൻ്റെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിരുമ്പാൻ വാഷിംഗ് മെഷീനിൽ ഇടാനും വിരിച്ചിടാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു അസർ കഴിഞ്ഞിട്ട് പിന്നെ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ മോനിക്ക് ഫുഡ് കൊടുക്കാനുണ്ടാവും, അങ്ങനെ അവൻ്റെ പിന്നാലെ നടക്കാനുണ്ടാവും, സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ കിട്ടണ പോലത്തെ നല്ല വെയിലാണ്, പൊള്ളണ വെയിലാണ് കേട്ടോ. എന്താ ചൂട് അല്ലേ. ഇവിടെ അതെ നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും ഡ്രസ്സ് ഞാൻ ശരിക്കും ഞാൻ സ്കൂളിൽ പോണ സമയത്ത് രാവിലെ മോർണിംഗിൽ ഒരു 9 മണിക്ക് തന്നെ വിരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വിരിച്ചിട്ടില്ലെങ്കിൽ ഉണങ്ങി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വിരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മദ്രസൊക്കെ തുറക്കാനായില്ലേ, നോമ്പൊക്കെ കഴിഞ്ഞ് മദ്രസൊക്കെ തുറക്കാനായി തുടങ്ങിയല്ലോ. അപ്പം ഇനി അധികം ദിവസം വെച്ചിരിക്കേണ്ട, കുട്ടികളെ മദ്രസ ചേർത്താനുള്ള വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് മദ്രസയിൽ പോകുമ്പോഴാണുള്ള ഫർദ സ്റ്റിച്ച് ചെയ്യായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അടുക്കള പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ്ങിനാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇരിക്കുക. അല്ലെങ്കിൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ എഡിറ്റിംഗ് ഉണ്ടാവും, എന്തെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെവി ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. റോഡിൽ എന്തോ സാധനം വിളിച്ച് പറഞ്ഞ്, ഇവർക്ക് ഭയങ്കര പേടിയാണ്. എന്തോ സാധനം വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പോകേണ്ടിയിരുന്നു. അപ്പോൾ അത് ചെവി ഓർത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേപോലെ ഒരു ചെറിയ കഴുത്താണ് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ വലിയ കഴുത്തല്ല, ജസ്റ്റ് ഫർദൊക്കെ ഉണ്ടാവുക. ഇത് ഉമ്മാൻ്റെ ഫർദയാണ് കേട്ടോ. അത് ഞാൻ വെട്ടി ചെറുതാക്കിയിട്ട് സ്റ്റിച്ച്. തുണിയൊന്നും കുഴപ്പമില്ല, മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ പിന്നെ വലിയ കേടുപാടുകളൊന്നുമില്ല, നല്ല മെറ്റീരിയലാണ്, ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ അടി മടക്കി അടിച്ചിട്ടില്ല, കാരണം അവൾ വന്ന് ഇട്ട് നോക്കിയിട്ട് കുറച്ച് ലെങ്ത്തിൽ അടിക്കാൻ വെച്ചിട്ടാണ്. പെട്ടെന്നാണ് ഇവർ ഹൈറ്റൊക്കെ വെക്കുന്നത്. അപ്പോൾ അടിച്ചിടാലോ, അപ്പോൾ അത് വിചാരിച്ചിട്ട് വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് അടി മടക്കി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവന് ഫുഡ് വേണം പറഞ്ഞിട്ട് കരയായിരുന്നു. അപ്പോൾ ഞാൻ അവനക്ക് രാവിലത്തെ ദോശ ഉണ്ടാക്കിയിരുന്നില്ലായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ചായ ഒഴിച്ച് കുതിർത്തിയിട്ട് അവനക്ക് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയായിക്കണം. ഇപ്പം എന്നും വാശിയാണ്, നല്ല കരച്ചിലും വാശിയും, എന്താണെന്നറിയില്ല. പിന്നെ ദീദിമാർ പോയി കഴിഞ്ഞാൽ ദീദി വരെ എന്തെങ്കിലും ഒരു വണ്ടിയുടെ ഹോണടിയോ കാര്യങ്ങളോ കേട്ട് കഴിഞ്ഞാൽ വന്നോ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ജനാലയുടെ അവിടെ വന്ന് നിൽക്കലാണ് കേട്ടോ അവന് പണി. അവന് ഭയങ്കര മിസ്സിങ്ങാണ് ദീദിമാരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. വന്നു കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാണ്, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാട്ടിയാൽ ദീദി മതി, അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ അവനക്ക്. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അവർ ഉള്ള സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനും, കുക്കിംഗ് ആയാലും അടുക്കളയിൽ ജോലികളായാലും ബാക്കിയുള്ള പണികൾക്കൊക്കെ ഒന്ന് നോക്കുകയെന്ന് പറഞ്ഞാലൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് നേരെ സിങ്കിൽ കൊണ്ടുപോയി വെച്ച്. കാരണം സിങ്കിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, ദോശ ഉണ്ടാക്കിയ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതിന് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചില സമയത്ത് ഒരു മടി കയറും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കും. ചില സമയത്ത് അങ്ങനെ ഒരു ചെറിയ മടിയും കാര്യങ്ങളൊക്കെ കയറും. അത് പിന്നെ സ്വാഭാവികമാണല്ലോ.
ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു അങ്ങനെ. അപ്പോൾ പിന്നെ ദീദിമാരൊക്കെ വന്ന് അവൻ ഹാപ്പിയായി. അതിൻ്റെ ഇടയിൽ കിടക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒരു പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കരച്ചിലുണ്ടായിരുന്നു അവനക്ക്. അപ്പോൾ ദീദി വന്നപ്പോൾ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അവനെ. അപ്പോൾ സന്തോഷമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയത്. ഇന്ന് ദോശയും ബാജിയും പിന്നെ അതേപോലെ ചട്ടിനിയും ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാജിക്കുള്ളത് വേഗം തന്നെ കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ വെക്കണം. അപ്പോൾ പിന്നെ എയർ ബബിളും ഒക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അരച്ച് വെക്കണം എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അരച്ച് വെച്ചു. പിന്നെ ബാജിയിൽ ഉഴുന്നാണ് ഞാൻ സാധാരണ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഉഴുന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ. അപ്പോൾ പിന്നെ ഞാൻ പരിപ്പുണ്ടെന്ന് എന്നാലും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബാജി. അപ്പോൾ അത് കഴിഞ്ഞ ബാജിക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മിക്കതും ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ്ഫുള്ളാണ്. കാരണം പെട്ടെന്ന് അങ്ങോട്ട് എന്ത് കടികൾ ഉണ്ടാക്കാൻ ചെയ്യലും എണ്ണക്കടിക്കൊക്കെ ഇടുമ്പോൾ നല്ല പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ അത് ബിരിയാണി നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്തൊക്കെയാണെന്ന് വെച്ചാൽ റമദാനിക്കൊക്കെ പണികളൊക്കെ എളുപ്പമായിട്ട് തീരും കേട്ടോ. അപ്പോൾ റവയും പഞ്ചസാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബോട്ടിൽസിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഞാൻ തരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പം ഇന്ന് ഇവിടുത്തെ ഉമ്മാൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പൊരിയും പിന്നെ അതേപോലെ തരിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കുള്ളൂ കേട്ടോ. കാരണം എന്നും തരിയും പൊരിയും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു ഐറ്റം. അപ്പോൾ ചോറിന് വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉഴുന്നുവടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് അങ്ങനെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടി കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നോമ്പുറക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇനിയും തരിക്കഞ്ഞും കാര്യങ്ങളൊക്കെ കൂടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കുടിക്കണ നേരത്തെ പിന്നെ എടുക്കുള്ളൂ, ചൂടുണ്ട്. അപ്പോൾ ഇന്ന് പഴം ജ്യൂസും ഷമാമ് ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇരുന്ന് നോമ്പ് തുറ കഴിഞ്ഞ് അവരൊക്കെ എല്ലാവരും എണിച്ച് പോയപ്പോഴാണ് ഇവർ രണ്ടുപേരും വന്നത്. കുട്ടികൾ രണ്ടുപേരും സ്കൂൾ വിട്ട പാടെ വന്ന് കിടന്ന് ഉറങ്ങുകയുണ്ടായിരുന്നത്. അപ്പോൾ അവർ പിന്നെ എല്ലാവരും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ എണിച്ച് വന്നത്. അപ്പോൾ അവർ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഗ്രഹം ഒരു ബ്രൂ കോഫി കുടിക്കാൻ. ഇടയ്ക്ക് എനിക്കൊരാഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഒരു നല്ലൊരു കോഫി കുടിക്കണം എന്നൊക്കെ ഒരു ചിന്ത. എനിക്ക് ബ്രൂ കോഫി ഞാൻ കുടിച്ചത് എൻ്റെ താത്താൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ നമുക്ക് ചായ കിട്ടുമല്ലോ, അങ്ങനെ ഒരു കോഫിയാണ് കിട്ടും. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇന്നത്തെ വരെ ഒരു ചായക്കോ ഒരു കോഫിക്കോ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ. ചില സമയത്ത് അങ്ങനെയല്ലേ, ചില ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർമ്മ പിന്നെ മാറില്ല. പെട്ടെന്ന് കിട്ടുക, പക്ഷെ അത് ഓർമ്മമായില്ല. അപ്പോൾ കുറേ ആയി ഞാൻ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊറ്റാനും നിന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ബ്രൂ ഒന്ന് ചൂടാറും ചെയ്യുമല്ലോ. അപ്പോൾ അത് ഊറ്റണേൻ്റെ ഇടയിൽ ഒന്ന് ചൂടാറിയപ്പോൾ ഞാനതെടുത്ത് കുടിക്കുകയും ചെയ്തു കേട്ടോ. സോ അങ്ങനെ ഇരുന്ന് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു റിലാക്സേഷനാണ്. നമ്മളിപ്പോഴും ചായയും കാര്യങ്ങളൊക്കെ എപ്പോഴെപ്പോഴും കുടിക്കാണ്ട് നമ്മൾ വല്ലപ്പോഴും കുടിച്ച് നോക്കുക, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കി സമാധാനമായിട്ട് ചോറ് ഊറ്റി ഒപ്പം ഇത് ഇരുന്നിട്ട് ഇങ്ങോട്ട് കുടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരാൾ കരഞ്ഞിട്ട് വന്നത്. അപ്പോൾ ആൾക്ക് ഞാൻ എന്ത് ചെയ്തു, കടലമിഠായി ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ അത് ഓരോന്ന് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ക്യാമറ കണ്ടപ്പോൾ എന്തൊക്കെയോ കാട്ടുകയാണ് കേട്ടോ എഴുതിട്ട്. അത് ഞാൻ ഇപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഞാൻ ആ കൊടുക്കുന്ന തിരക്കിൽ നിങ്ങൾ കണ്ടതല്ലേ, എഡിറ്റിലിരിക്കുന്നതാണ് അവൻ ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയെന്നോ എന്ന് കാണുന്നത്. ഇപ്പോഴും അവൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഓരോ സൗണ്ട് ഉണ്ടാക്കുകയാണ്. മക്കളിലവർക്ക് പിന്നെ അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവനെല്ലാവരും കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിക്കാവ് ഏറ്റവും ലാസ്റ്റാണ് കഴിച്ചത്. പിക്കാക്കും കൊടുത്തു, കൂടെ ഞാനിരുന്ന് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.